ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുട്ട കൊണ്ട് ഒരു സൂപ്പർ സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായി വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വെന്ത് വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. സവാള ഏകദേശം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് പാല്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് മൈദ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/4 ടീസ്പൂൺ ഗരം മസാല. അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഒരു തവ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കടായി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. നമ്മൾ അടിച്ചു വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. പകുതി ഒഴിച്ചാൽ മതി, മുഴുവനായിട്ടും ഒഴിക്കരുത്. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം തുറന്നുകൊണ്ട് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച സവാള ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച കോഴിമുട്ട ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഒഴിച്ചു വെച്ച ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ക്യാപ്സിക്കം ഇതേപോലെ ചെറുതായി അരിഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് ചെയ്തെടുത്താൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.